അഭിനവ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ കുര്യാക്കോസ് തടത്തിലച്ചന് ഇന്ന് റമ്പാൻ സ്ഥാനം ഏറ്റിരിക്കുകയാണ്. കർത്താവിൻ്റെ പൂർണ്ണ സന്യാസി എന്ന പദത്തിലേക്ക് ഒരാശ്രമസ്ഥനായി അങ്ങ് ഉയർത്തപ്പെടുകയാണ്. ഈ അവസരത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? ഈ സന്യാസത്തെക്കുറിച്ച് പറയുന്ന ഈഹി ദോയക്കാർ എന്നാണ് പറഞ്ഞത്. ഈഹി ദോയോ എന്ന് പലപ്പോഴും അത് ഭാഷാന്തരം ചെയ്യുന്ന തെറ്റിച്ചാണ്, ഏകാന്തവാസി എന്ന്. അങ്ങനെയല്ല. ഈഹി ദോയോ ബ്രോ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ തമ്പുരാനെക്കുറിച്ചാണ്. അപ്പോൾ സന്യാസി പിതാവിൻ്റെ മടിയിൽ ഇരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുന്നയാൾ. അപ്പം ഈറേ മാലാഹമാർ, നിദ്രാവിഹീനത ഈറേ മാലാഹമാർ സ്തുതിക്കുന്നത് പോലെ ദൈവവുമായിട്ട് നിരന്തരമായ സമ്പർക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് സന്യാസി. അതാണ് സന്യാസിമാർ 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പം ഒരു ബിഷപ്പ് എന്ന് പറയുന്നയാൾ ദൈവത്തോട് സംസർഗമുള്ളവനായിരിക്കും. മോശ മരുഭൂമി യാത്രയിൽ എല്ലാവരും കൂടാരം ഒടിച്ചപ്പോൾ അതിൻ്റെ പുറത്ത് വെളിയിൽ കൂടാരം ഒടിച്ചിട്ട് മോശ മാത്രം ഒടിച്ചില്ല. എന്നിട്ട് യഹോവയായ ദൈവത്തോട് ആലോചന വയ്ക്കും. യഹോവയായ ദൈവം അന്ധകാരമായിട്ട് ആ കൂടാരത്തിൽ ഇറങ്ങി വരും, അവനോട് സംസാരിക്കും. അപ്പോൾ ദൈവത്തോട് അടുത്ത് ഇടപെടുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് സംസാരിക്കത്തക്ക രീതിയിൽ നല്ല ദൈവൈക്യത്തിലേക്ക് ഒരാളാകുന്നതിന് വേണ്ടിയാണ് ഈഹി ദോയോ, ദൈവത്തിൻ്റെ മടിയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുക എന്നല്ല, അതാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സന്യാസത്തിൻ്റെ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു ദൈവ അടുപ്പം സമ്പാദിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിരിക്കും. പരിശുദ്ധ ശ്ലീഹന്മാർ, അപ്പസ്തോല പ്രവർത്തനങ്ങളും വായിക്കുന്നുണ്ട്. അവർ ഏത് കാര്യത്തിന് പോകുമ്പോഴും അവർ ചില കാര്യങ്ങൾ തീരുമാനിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന അനുസരിച്ച് അവർ തീരുമാനിച്ചുറപ്പിച്ചത് അവർ മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മ പ്രചോദിതമായിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ദൈവൈക്യത്തിൽ ഇരിക്കുന്നയാളാകുക എന്നുള്ളതാണ് ഈ സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ദൈവമുഖത്തുനിന്ന് പഠിക്കുവാനും അതിന് പ്രകാരം കാര്യങ്ങളെ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയെ ക്രമീകരിക്കുവാനുള്ള വലിയ നിയോഗമായത്. അപ്പോൾ കേവലം ഒരു ചടങ്ങല്ല, ഇതൊരു ജീവിതചര്യയായിട്ട് സ്വീകരിക്കേണ്ട ഒന്നാണ്. അത് വളരെ ഗൗരവമേറിയ ഒന്നാണ്. ഈ ദിവസം വരെയും അച്ഛൻ സ്വതന്ത്രനായിരുന്നു. എവിടെയും സഞ്ചരിക്കാം, എങ്ങനെയും പോകാം, ആ ഒരു രീതിയിലായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അച്ഛൻ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് ശുശ്രൂഷ മധ്യേ ആർച്ച് ബിഷപ്പ് തിരുമേനി സൂചിപ്പിച്ചതുപോലെ അറക്കപ്പെട്ട കുഞ്ഞാടാകാൻ വേണ്ടി ഇന്നു മുതൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കാലത്തെ ആ ഒരു സമയത്തെ അച്ഛൻ എങ്ങനെ കാണുന്നു? അതായത് നമ്മൾ വിളിച്ച് വേർതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാളിതുവരെയും ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. എവിടെ വേണമെങ്കിലും പോകാം, ആരോട് വേണമെങ്കിലും സംസാരിക്കുവാനും, എവിടെ വേണമെങ്കിലും പോയി ഭക്ഷണം കഴിക്കുവാനും, സൗഹൃദം പുലർത്തുവാനും ഒക്കെ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും സൗഹൃദത്തിന് കുഴപ്പമില്ല. പക്ഷേ ആ സൗഹൃദത്തിനെല്ലാം ഒരു പരിധിയുണ്ട്. ആ പരിധി ഈ ഒരു സന്യാസി അല്ലെങ്കിൽ മെത്രാച്ച് എന്ന നിലയിൽ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് നിർവഹിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഒരു വേർപ്പെടുത്തപ്പെട്ടവനായിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു മാനുഷികമായ രീതിയിൽ വളരെ വിഷമമുള്ളതാണ്. അതേസമയം ദൈവികമായി ചിന്തിക്കാൻ വേർപ്പെടുത്താതെ നമുക്കാർക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കത്തില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നാളിതുവരെയും നമ്മൾ വളരെ സന്തോഷമായിട്ട് ഒരുപക്ഷെ സ്നേഹത്തിൽ ഇടാകൂടാന്നൊക്കെയുള്ളൂ, ഇനി നാളെ മുതൽ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിച്ച് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നത് അത് ബഹുമാനം കൊണ്ടാണ്. പക്ഷേ നമ്മളങ്ങനെ വേർതിരിക്കപ്പെട്ടു പോവുകയാണ്. ആ വേർതിരിക്കപ്പെട്ട് കൂട്ടത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ മാറി നിന്ന് കാര്യങ്ങളെ കാണുകയും എല്ലാം ദൈവൈക്യത്തിൽ ചെയ്യുവാനുമുള്ള ഒരു നിയോഗമാണ്. അത് വളരെ ശ്രമകരവും അതുപോലെ തന്നെ നമ്മളോട് തന്നെ കൂടുതൽ ബലപ്രയോഗം ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായ പ്രവണത നമുക്കെല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ഓടിയും ചാടിയൊക്കെ നടക്കുന്നത്. പക്ഷേ ഇത് എല്ലാവരോടും സംസാരിക്കിടവനും ചെയ്യുമ്പോഴും എപ്പോഴും ആ ദൈവബന്ധത്തിൽ നിന്നും മാറാതെയും മാറ്റപ്പെടാതെയും ഇരിക്കുക. അതുപോലെ നമ്മുടെ നിഷ്ഠാപരമായ ജീവിതം, ഉപവാസം, നോമ്പ്, പ്രാർത്ഥന, അതുപോലെ തന്നെ യാമനമസ്കാരം, ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കും മാത്രമേ ഈ വേഷം ധരിച്ചതിന് അർത്ഥമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിഷ്ഠാപരമായ ജീവിതം വളരെ പ്രധാനപ്പെട്ടാണ്. സഭ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് നൈജീരിയയിൽ ഉൾപ്പെടെയുള്ള അനേകം വംശഹത്യകൾ നടക്കുന്ന ഒരു ഇതാണ്. അങ്ങേ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിദേശത്ത് ഒരു മെത്രാനായി സേവനം ചെയ്യാനാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി. ഈ വെല്ലുവിളിയെ എങ്ങനെയാണ് കാണുന്നത്? അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് ഞങ്ങൾ മെത്രാച്ചന്മാർ. എല്ലാ സഭകളിലും മെത്രാച്ചന്മാർ ധരിച്ചിരിക്കുന്ന ചുമന്ന കുപ്പായമാണ്.
ആ ചുവന്ന കുപ്പായം രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും വിവിധ തലങ്ങളിൽ രക്തസാക്ഷികളായിരുന്നു. അപ്പം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി രക്തം ചിന്തി സാക്ഷ്യം വഹിക്കുവാൻ സന്നദ്ധയുള്ളവരായിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെല്ലുവിളികൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ക്രിസ്തീയ സാക്ഷ്യം നൽകുവാനായിട്ട് നമുക്ക് കടപ്പെട്ടിട്ടുണ്ട്. അത് നടത്തുമ്പോൾ മാത്രമേ ഒരു ക്രിസ്ത്യാനിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ആദിമസഭയിൽ ഏറെ രക്തസാക്ഷികളുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് സന്തോഷമായി കരുതിയിരുന്നു. അതായത് ഏറ്റവും ദ മോസ്റ്റ് ഐഡിയൽ വിറ്റ്നസ്സിങ് ഈസ് മാർട്ടിഡമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമുക്ക് അതിൽ ഒളിച്ചോടുകയല്ല, അതിനെ നേരിടുവാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തെങ്കിലേ സഭ വളരത്തുള്ളൂ. എവിടെയൊക്കെ സഭ പീഡിപ്പിക്കപ്പെട്ടോ അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ സഭ അലസമായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സഭയുടെ ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളത്. പക്ഷേ ആ വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടുകയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അത് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഈ വെല്ലുവിളികളെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നിർവഹിക്കുവാനായിട്ടും നേരിടുവാനായിട്ടും വിജയം വരിക്കുവാനായിട്ട് ആ വിജയം ലോകപ്രകാരമുള്ള വിജയമല്ല, അത് നേരെ മറിച്ച് ക്രിസ്ത്യാനിക്ക് ഉചിതമായ വിജയമാണ്. ഇനിയും 22 ദിവസങ്ങൾ അങ്ങ് മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ ഈ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രവർത്തനങ്ങളോടൊന്ന് പറഞ്ഞേക്കാം? ഞങ്ങളുടെ സുറിയാനി സഭയിൽ ഒരാൾ മെത്രാച്ചനായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ 40 ദിവസം ഉപവാസം അനുഷ്ഠിക്കണം. ഞാൻ കഴിഞ്ഞ 14-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഞങ്ങൾ രണ്ടുപേരും 40 ദിവസത്തേക്കുള്ള ഉപവാസത്തിലാണ്. ഇനിയുമുള്ള ദിവസങ്ങളിൽ കൂടുതൽ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുവാനും ഈ ശുശ്രൂഷയെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലും ഒരു പാരമ്പര്യമുണ്ട്. ഒരാളെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർന്നതിന് മുമ്പുള്ള റമ്പാൻ സ്ഥാനം കഴിയുമ്പം അദ്ദേഹത്തിന് ഈ പൊന്തിഫിക്കാലെ എന്ന് പറഞ്ഞാൽ പള്ളികുദാശ, പട്ടംകുട ഈ പറയുന്ന പുസ്തകങ്ങളെ ഈ 40 ദിവസം കൊണ്ട് പകർത്തി എഴുതുകയാണ്. ആ പകർത്തി എഴുതുന്ന വഴിയായിട്ട് ഈ ശുശ്രൂഷകൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പം എല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമല്ല എങ്കിൽ പോലും ഈ കാര്യങ്ങളെ, ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകളെ വായിക്കുകയും ചെയ്യണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റമ്പാൻ സ്ഥാനത്തിൻ്റെ ഈ ശുശ്രൂഷയുടെ പ്രാർത്ഥന വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ. അപ്പോൾ ഇനിയുള്ള സമയത്തും മിത്രാഭിഷേകത്തിൻ്റെ ഈ ആഘോഷത്തേക്കാൾ ആ ശുശ്രൂഷയിലെ പ്രാർത്ഥനകൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. കൂടുതൽ ഒരുങ്ങുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്.